കരുത്തരുടെ നാടാണ് കണ്ണൂർ. കരുത്തരാണ് ഇക്കുറി കണ്ണൂരിൽ ഇറങ്ങിയിരിക്കുന്നത്. UDF-ൽ നിന്ന് KPCC അധ്യക്ഷൻ ഇപ്പോൾ ചുമതല തൽക്കാലത്തേക്ക് കൈമാറിയെങ്കിലും കരുത്തനായ കെ സുധാകരൻ തന്നെ ഒരിക്കൽ കൂടി ജനവിധി തേടാൻ എത്തുമ്പോൾ എതിരിടാൻ വരുന്നതും ചിലർക്കാരല്ല. CPIM ജില്ലാ സെക്രട്ടറിയെ തന്നെ മണ്ഡലം പിടിക്കാൻ LDF കളത്തിലിറക്കി കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്നെത്തിയ കെ സുധാകരന്റെ വിശ്വസ്തൻ C രഘുനാഥിന് സ്ഥാനാർത്ഥിത്വം നൽകി ഒരു കൈ നോക്കാൻ തങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു BJP. നോക്കാം കണ്ണൂരിന്റെ കണ്ണിലുണ്ണി ഇക്കുറി ആരായിരിക്കുമെന്ന്. രാഷ്ട്രീയ വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അൽ-അമീൻ തോട്ടുമുക്ക്, അർജുൻ കല്യാട്, R റോഷിപാൽ എന്നിവരാണ്. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം. നമ്മുടെ 3 men ആർമിയാണ് ഇന്ന് തയ്യാറായിരിക്കുന്നത് കണ്ണൂരിലെ കരുത്തൻ ആരാണ് എന്ന് വ്യക്തമാക്കാൻ. നമുക്ക് അൽ-അമീനിൽ നിന്ന് തന്നെ തുടങ്ങാം. KPCC അധ്യക്ഷൻ അരങ്ങ് വാഴുമോ, വിജയം തുടരുമോ? പല ചോദ്യങ്ങൾക്കും അൽ-അമീൻ ഇന്ന് മറുപടി നൽകേണ്ടി വരും. അൽ-അമീൻ, കെ സുധാകരൻ പാർലമെന്റിൽ പോയത് ആകെ 50% അദ്ദേഹത്തിന്റെ ഹാജർ നില നിൽക്കുന്നത്. അദ്ദേഹം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ വിവാദങ്ങളുടെ തോഴനാണ്. ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങിയതാകട്ടെ വളരെ വൈകിയാണ്. ജയന്തിന്റെ പേര് പറയുന്നു. അങ്ങനെ ഒടുവിൽ കെ സുധാകരൻ എന്നതിലേക്ക് എത്തുന്നു. കണ്ണൂരിക്കുറി കെ സുധാകരൻ അത്ര എളുപ്പമാകുമോ? ഏതായാലും ശക്തമായൊരു മത്സരം കണ്ണൂരിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു മത്സര സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ തന്നെ ആ തേരോട്ടം, ആ തേര് തെളിക്കിൻ്റെ ചുമതല ഏറ്റെടുക്കട്ടെ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. കാരണം സുധാകരൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറാനുള്ള താല്പര്യം അറിയിക്കുന്നു. നേതൃത്വം ഏതാണ്ട് അതിനൊരു മൗനസമ്മതം മൂളിയ നിലയിലുമായിരുന്നു. പിന്നീട് സുധാകരൻ തനിക്ക് വേണ്ടപ്പെട്ട ചില ആളുകളെ അവിടെ മത്സരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അത്തരം ചർച്ചകൾ നടക്കുമ്പോഴാണ് കരുത്തരെ കളത്തിലിറക്കി കണ്ണൂർ പിടിക്കാൻ ഇടതുമുന്നണി തന്ത്രങ്ങൾ മെനഞ്ഞത്. ആ പോരാട്ടത്തിൽ സുധാകരൻ തന്നെ മുന്നിൽ നയിച്ചാൽ മാത്രമേ വിജയം ഉറപ്പിക്കാനാകൂ എന്ന് കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ ഉറപ്പിച്ചൊരു സാഹചര്യത്തിലാണ് കെ സുധാകരൻ സമ്മതം മൂളി മത്സര രംഗത്തേക്ക് വരുന്നത്. കണ്ണൂരിൻ്റെ ഒരു സ്വഭാവം പരിഗണിച്ചാൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് തീറെഴുതി കൊടുത്തിട്ടുള്ളൊരു സാഹചര്യമല്ല കണ്ണൂരിൻ്റെ ഒരു സ്വഭാവം. അത് പരമ്പരാഗതമായി ഒരു പൊതു സ്വഭാവം നോക്കുമ്പോൾ UDF-ന് അനുകൂലം, എന്നാൽ ആഞ്ഞു പിടിച്ചാൽ ഇടതുമുന്നണിക്ക് പോവും നിൽക്കും. അങ്ങനെ ഒരു സ്വഭാവം പ്രകടമാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് എല്ലാ കാലത്തും കണ്ണൂർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കണ്ണൂരിൽ കെ സുധാകരൻ രംഗത്തിറക്കുമ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് കെ സുധാകരൻ എന്ന് പറയുന്നത് വെറും ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല, ഒരു UDF-ന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല, ഒരു KPCC അധ്യക്ഷൻ മാത്രമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സംസ്ഥാനത്തെ CPM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ മുതൽ CPM-ന്റെ താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകൻ വരെ ബദ്ധ ശത്രുവായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് കെ സുധാകരൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു സുധാകരനെ പരാജയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനേൽക്കുന്ന പരാജയം എന്നതിനപ്പുറത്തേക്ക് സുധാകരന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടിയായിട്ട് തന്നെയാണ് CPM നേതൃത്വം കാണുന്നത്. അത് സുധാകരനറിയാം, കോൺഗ്രസ് നേതൃത്വത്തിനറിയാം. സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള ശത്രുതയും അവർ തമ്മിലുള്ള ഒരു പോർവിളിയുമൊക്കെ പലപ്പോഴും കേരളം കണ്ടതാണ്. അങ്ങനെയുള്ള രണ്ടുപേർ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു UDF-LDF മത്സരം എന്നതിനപ്പുറം പിണറായി വിജയനും കെ സുധാകരനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കൂടിയാണ് കണ്ണൂരിൽ നടക്കുന്നത്. ആ പോരാട്ടത്തിൽ താൻ വാഴും എന്നുള്ള ഉറച്ച വിശ്വാസവും പ്രതീക്ഷയും സുധാകരനുണ്ട്, സുധാകരന്റെ അണികൾക്കുണ്ട്. KPCC അധ്യക്ഷൻ മത്സരിക്കാനിറങ്ങുമ്പോൾ അവിടെ ഒരു ഇടർച്ച എന്തായാലും കോൺഗ്രസ് താല്പര്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. എതിർ സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. CPM അതുകൊണ്ട് തന്നെ ഒരു പരാജയം